ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്ധമ്മ വന്നൊരു ദിവസമാണ്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം പോയി. പിന്നെ പപ്പായ്ക്കും വയ്യാത്തതുകൊണ്ട് നമ്മൾ അധികം നിർബന്ധിച്ചില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വന്നു കണ്ടു, സന്തോഷത്തോടെ നമ്മൾ പോയി. പിന്നെ എല്ലാ പ്രാവശ്യവും സിന്ധമ്മ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിന്ധമ്മയുടെ ചാനൽ ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ, ചലഞ്ചൊക്കെ എടുത്തതിൻ്റെ. അപ്പോൾ ആ വീഡിയോസിൻ്റെ കുറച്ച് കുഞ്ഞു ക്ലിപ്പുകളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത്. അപ്പം ഞങ്ങൾ വന്നപ്പം ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ്, പിന്നെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ചലഞ്ചിൻ്റെ വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിന്ധമ്മയുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി വീഡിയോ കാണണം. അപ്പോൾ നല്ല രസമായിരുന്നു സിന്ധമ്മ ഉള്ളപ്പോൾ. പെട്ടെന്ന് സമയം പോയി. പിന്നെ സിന്ധുവമ്മ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റിയില്ല. എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെങ്കിൽ അതിനുള്ള സമയം കിട്ടില്ല. വരാനുള്ള ധൃതിയും അങ്ങനെയൊക്കെ. ആകെ 15 ദിവസം നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചക്ക വേവിച്ചത് എനിക്ക് കുറച്ച് മതി, കുറച്ച് ചക്ക മതി. കാന്താരിമുളകുണ്ട്, ചലഞ്ചിന് വെക്കാം. ഓക്കെ, അപ്പം ഞങ്ങളൊരു ചലഞ്ചും പ്ലാൻ ചെയ്തായിരുന്നു. ആ ചലഞ്ചിലും വെക്കാനൊരു സാധനം കിട്ടി. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കത്തുള്ളൂ. കുഴപ്പമില്ല, വെള്ളം കുടിക്കുകയുള്ളൂ. സാധനത്തില്ലല്ലേ, ഇതെന്താണ് സ്പീഡില്ലാത്ത സാധനം കിട്ടും. നിഗൂഢമായ നീക്കങ്ങൾ. ബ്രിയാൻ കുമാരി മീൻചാറെടുക്കുന്നു. നിഗൂഢ നീക്കങ്ങൾ. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി ഒഴിച്ചപ്പോ. കാണാം, നല്ലപോലെ കാണാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഷിഫ്റ്റായി. സിന്ധു അമ്മ ബ്ലോഗ്സിൽ നിന്ന് ചെറുതായിട്ടൊരു പ്രൊമോഷൻ കിട്ടി, ഇങ്ങോട്ട് വന്നു. ഇത് ഞങ്ങളിപ്പോ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പോലെ. ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് മാത്രം ചോദിക്കരുത്, കാരണം മുമ്പത്തെ ചലഞ്ച് പോലെ വന്നു. നമ്മുടെ നൈറ്റ് എങ്ങനെയുണ്ട്? ഇത് മമ്മിയുടെ സെലക്ഷനാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹരി പഠിച്ചോണ്ട് പോണ്ട. ദൈവമേ, ആണോ? ജിൽജില്ലായിട്ടുണ്ട്. ഇതൊക്കെ നീ ഓൺ ചെയ്തേക്കാണോടെ? ക്യാമറ ഓഫ് ആക്കി പറഞ്ഞോ കേട്ടോ. എന്നിട്ട് അവിടെ ക്യാമറയ്ക്ക് ഫ്രണ്ടി വന്നിട്ടില്ലേ, ഞാൻ കള്ളച്ചിരി. വീഡിയോ ഓൺ ചെയ്തേക്കാണോടി? നല്ലതാണോ, അടിച്ചോണ്ട് പോവാതെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ 7:15 ഇറങ്ങിയത്. 7:15 ഇറങ്ങി. ഞങ്ങൾ കൂടെ വിളിക്കും. ഞാന് കൊട്ടാരക്കര ചെന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാനോട് ഇവിടെ ഇറങ്ങിയില്ലയോ. ഞാൻ മമ്മിയെ വിളിക്കാൻ ഇറങ്ങിയപ്പം മമ്മിയുടെ കോള് കിട്ടുന്നില്ല. ഈ നാട്ടിൽ വന്നുള്ള കുഴപ്പമില്ല, നമ്മള് ഫോൺ കോള് വിളിക്കുമ്പോ കൂക്ക് അടിച്ച് നിൽക്കും, ബെല്ല് പോകുന്നില്ല. മമ്മി വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അവസാനം സിന്ധമ്മ തന്നെ വിളിച്ചു. ഞാൻ കൊട്ടാരക്കര എത്തിന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓർത്തു എവിടെ മറ്റേ നമ്മളെ ബസ് ഇറങ്ങി വരുന്നിടത്ത് നിൽക്കുന്നു. പക്ഷെ അവിടെ നിന്നില്ല. എനിക്കിപ്പോ തിരിഞ്ഞു നിന്നപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളവിടെ തിരിഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് ഭയങ്കര വെയില്, നമ്മുടെ അവിടെ തണുപ്പും കാറ്റുമല്ലേ. അതിന് ഞാൻ മരത്തിന്റെ ചൂട്ടിൽ ഞാൻ ആദ്യം അപ്പുറത്ത് നിന്നേ. ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയാം. ഞാനൊരു തണലത്ത് വന്ന് നിൽക്കുവായിരുന്നു, ഒരു ബദാമരത്തിന്റെ ചോട്ടി. അപ്പൊ ഒരു പെങ്കു ചോടത്ത് നാലുകാലം പറിച്ചത്. ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുക. എന്നാ ഒരു കറുത്ത പട്ടി ഓടിച്ചു. ബസ് സ്റ്റാൻഡിൽ കുറെ പട്ടിയാണ്. ഞാൻ വിളിക്കാൻ ചെന്നതാ കറുത്ത പട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, നേരത്തെ ഞാൻ ഇറങ്ങി വന്നതാ ബസ് വരുന്നതിന് മുന്നേ. പക്ഷെങ്കിൽ
ഈ കറുത്തപ്പട്ടി എന്റെ പുറകെ ഓടി വരുക. എന്നിട്ട് നോക്കിയത് എന്റെ മുഖത്തോട്ട് എന്നെ പട്ടി ഓടിക്കായിരുന്നു ഓടി വന്നു. അത് ഞാൻ ഒട്ടേ മേളിൽ ഇറങ്ങിയിട്ട് താഴോട്ട് വരുന്ന ആ ഒരു സമയത്തിനായി ഈ പട്ടി എന്റെ പുറകെ വരുന്നത്. താഴോട്ട് ഇറങ്ങി വരാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ പോകാന്ന് വെച്ചാൽ ബസ്സുകൾ വന്നോണ്ടിരിക്കാം. എന്റെ സിന്ധമ്മ വന്നു. ഞങ്ങൾക്ക് കൊറേ സാധനങ്ങളെല്ലാം കൊടുത്തു വന്നു. ബാറ്ററി വെള്ളം കുടിക്കാൻ കൊടുത്തു. ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കണ്ടേ. 3 ബസ് കയറി ഇറങ്ങിയില്ല വന്നെ. അപ്പൊ അടുത്താ വന്ന് കയറിയാൽ ഞാൻ പ്രിയാനോട് വന്നത് സിന്ധമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ തോന്നുന്നു. കൊച്ചു വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. അവിടുത്തേനും പിന്നെ ബ്രില്യാമോള് മറ്റേ ഇവിടുത്തെ ഇൻവേർട്ടർ മേടിക്കാനുള്ള ഇത്രയുള്ള ഒരു കുപ്പിക്കകത്ത് എന്തോ ഒരു വെള്ളം മേടിച്ചിട്ടുണ്ട്. അതിനാണ് സിന്ധമ്മ ഇതല്ല കുപ്പി അണ്ടയിരിക്കുന്നത് എടുത്ത് കുടിച്ചാലാ പോലെ ആരോട് ചോദിക്കണോ ചോദിച്ചോണ്ട് ദൈവമേ കൊന്നേ ഇത് അതാർക്ക് വീഡിയോ എടുക്കേണ്ടത് അന്നേരം പറഞ്ഞു ഇതായിരുന്നു വീഡിയോ എടുക്കേണ്ടത് കേട്ടോ. അതാ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നോണ്ട് വെള്ളം പറഞ്ഞ് എടുത്ത് കുടിച്ചേനെ. ഞങ്ങളുടെ അമ്മ വിനാഗിരി എടുത്ത് കുടിച്ചതാ. അല്ല നമ്മുടെ അവിടെ ഒരു ചേട്ടൻ ആസിഡ് എടുത്ത് കുടിച്ചു. ഈ റബ്ബർ പാലിൽ ഒഴിക്കുന്ന ആസിഡ് ഇല്ലേ ഷീറ്റ് കട്ടയാറിട്ട് നല്ലൊരു മനുഷ്യരായിരുന്നു. ഈ പുള്ളി മറ്റേ ലഹരി കുടിക്കുന്ന സാധനം കുടിക്കുന്നു. അത് വൈറ്റ് കളർ തന്നെയാ. ഈ വീടുകളിലൊക്കെ അങ്ങനെ കൊണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വെയിറ്റ് തന്നെയാണ്. അപ്പൊ ഈ ആസിഡും വെയിറ്റ് ആയിരുന്നു. ആസിഡ് എടുത്ത് മരിച്ചുപോയി. അതന്നെ ഒരു കഥാകൃത്താവണ്ടായിരുന്നു. പക്ഷെ ആയില്ല. ഇതിലേ വരയ്ക്കരുത് ഇതിലേ കാണിക്കുന്ന ഇത് നേരെ വരയ്ക്കണ്ടേ ചെരിഞ്ഞു പോയി. എന്നാ ചെയ്യാനാ എന്റെ മാനെ എല്ലാം തലതിരിച്ചാ പറയുന്നത്. TMM MMT എല്ലാം തലതിരിച്ച് ഇങ്ങനെ വന്നപ്പോ തൊട്ട് പറഞ്ഞോണ്ടിരിക്കും. അതെന്നാന്നറിയോ, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കിണർ ഇല്ലായിരുന്നു. അപ്പൊ താഴെ ഒരു കുഞ്ഞൊരോലിയിലായിരുന്നു വെള്ളം കോരാൻ പോകുന്നത്. അപ്പൊ വെള്ളം കോരാൻ പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വലിയ ചെരുവുണ്ടായിരുന്നു വീട്ടിൽ. അമ്മ പണിക്ക് പോയ സമയത്ത് ആ ചെരുവ് എടുത്ത് ഒരു കലക്കാരൻ വന്നതിന് ഞാൻ കൊടുത്തിട്ട് ഇത്ര ഉള്ള ഒരു കുടം മേടിച്ചു. അതെന്റെ സ്വന്തമാക്കി. ഞാൻ വലിയ കപ്പ വാട്ടുന്ന ചെരുവ് എടുത്ത് കൊടുത്തിട്ട് ഇത്ര ഉള്ള ഒരു കുടം മേടിച്ചു. എന്നിട്ട് അത് സ്വന്തമാക്കി. എന്നിട്ട് ഞാൻ ഈ വെള്ളത്തിന് മുമ്പ് എല്ലാം ഇത് കൊണ്ടുപോയിട്ട് ഭയങ്കര കയറ്റം ഞങ്ങളുടെ തറവാട്ടിട്ട്. എന്നിട്ട് എന്നും ഞാൻ വീഴും വെള്ളം കൊണ്ട്. എന്നിട്ട് ഈ കുടം അങ്ങ് ചടങ്ങിപ്പോയി. ആരും ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്നറിയോ, ചക്കു ഒളുങ്ങിയ കുടം, ചക്കു ഒളുങ്ങിയ കുടം, പക്ക് ചടുങ്ങിയ കുടം എന്ന് പറഞ്ഞോടൊക്കെ എല്ലാം തിരിച്ചത് പറയുന്നത്. അമ്മ എങ്ങനെയായിരുന്നു? അമ്മേ എനിക്ക് ആ മാങ്ങാണ്ടി തരാമോന്നേ എന്തെന്നേന്ന് ചോദിക്കുന്ന അമ്മൂഞ്ഞിലെ. അമ്മേ എനിക്ക് ആ ആങ്ങാമണ്ടി തരാമോ എണ്ണേ അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇച്ചിരി തിരിച്ച് പറച്ചിലുകാട്ട് കൂടുതലായി പോയി. എല്ലാം വേറൊരു വാക്കും പറയായിരുന്നു സിനിമ. പക്ഷെ ഞാനിപ്പോ അത് ഓർക്കുന്നില്ല. അമ്മും പറയും. അതെന്നാ അറിയോ, ഞാൻ ഒരു ദിവസം വീഡിയോ കണ്ടപ്പോ അമ്മൂനെ കളിയാക്കണമെന്ന് വിചാരിച്ചു. ഇത് തന്നെ അമ്മയ്ക്ക് എടുത്തും പറക്കി എടുക്കും പറക്കിന്ന് അടിക്കും പറക്കി അങ്ങനെ എന്തോ ഒന്ന് പറയായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. പറയുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നെ കളിയാക്കിയാണ്. അത് ശകലം ഇടയ്ക്ക് സിനിമ അതെ അതെ ഞാൻ ചിലപ്പോ സൗദി വെച്ച് കണ്ടിട്ട് ചിലപ്പോ ചിരിക്കും. അതെ ആരോട് പറയുന്നല്ലോ അതെ. എന്റെ ഫ്രണ്ട് നിങ്ങളെല്ലാരും ഇമ്പോർട്ടല്ലേ എന്റെ വിചാരം. ഈടെ ആരോട് പറഞ്ഞ കുക്കിംഗ് വീഡിയോ ചെയ്യുക, അതിനൊരു കമന്റ് നിൽക്കുക. സിന്ധുവെ കുക്ക് ചെയ്തതിനിടയിൽ ക്യാമറയിൽ നോക്കിയാ ചിരിയും ആ നോട്ടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്നത്. എല്ലാം പറഞ്ഞിട്ടേക്കുന്നത് മൂക്കൂത്തി പിങ്ക് ഇതിലെല്ലാം മാച്ചിങ് കളർ കണ്ടോ മാച്ചിങ് കളർ. അമ്മ ഈടെ ഒന്നും മേടിച്ചാ അല്ല പിന്നെ ഞാനറിഞ്ഞ മൂക്കൂത്തി ചെരുപ്പ് കണ്ടോ എല്ലാം സെയിം കളറ്. ശരി തന്നെ. ഞാനൊരു അമ്പാരിയുടെ കൊച്ചുമോളോ എല്ലാം പിങ്കായി കേട്ടോ. എന്തായാലും നല്ല സന്തോഷം. വന്നതിലും സന്തോഷം. പപ്പായ കൊണ്ടുവരാതെ വന്നു. ഈ സങ്കടം പനി കാണാതെ ഞാൻ എങ്ങനെ കൊണ്ടുവന്നായിരുന്നു. കുട്ടാമ്പറ ഒരു ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നോ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. അത് അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും എല്ലാവർക്കും കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റട്ടെ. ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോകാം. നല്ല ഹാപ്പിയായിട്ട് അല്ലേ? അപ്പൊ സമയം 10 മണിയായി. 10 കഴിഞ്ഞു. 10 കഴിഞ്ഞു.
അപ്പൊ നാളെ അവർക്കും രാവിലെ പത്തനംതിട്ട വരെ പോകേണ്ട ആവശ്യമുണ്ട്. ഉറങ്ങാൻ പോവാ. അതെ, ഉറങ്ങാൻ പോവാ. അപ്പൊ എല്ലാവർക്കും കറങ്ങാനല്ല ഉറങ്ങാൻ. എന്താ പോവാ? കറങ്ങാൻ പോകുന്ന കറങ്ങാനല്ല ഉറങ്ങാൻ പോവാ. ഞാൻ കറങ്ങാൻ പോകുന്ന പറഞ്ഞേ ആണോ? കുഴപ്പമുണ്ടോ ശകല ഉണ്ടോന്നൊരു സംശയം. അതെ, അമ്മ കുഞ്ഞിനെ എല്ലാവരും നന്ദി ഉണ്ടോ അമ്മ കുഞ്ഞിനെ വിറ്റായിരുന്നു. അമ്മ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോളെ സ്വന്തമായിട്ട് റോളുന്ന അമ്മ. അല്ല, രണ്ടുപേരും അതായിരുന്നു. ഒരുത്തന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ എന്റെ ഒന്നേ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അമ്മ എനിക്കൊരു ഇഞ്ചി പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചൂരലും മറ്റേ കോണി പൊടി അതും ഇതൊക്കെ ടീച്ചർമാർ മേടിക്കും. ഈ ഇഞ്ചി പൊടി പറയുമോ ടീച്ചർ? ഇഞ്ചിയുടെ കണ്ടിന് ഞാൻ ലാസ്റ്റ് പോയി ഇഞ്ചിയുടെ ഒരെണ്ണം എടുത്തു വെട്ടിക്കൊണ്ടെന്ന് കഴിഞ്ഞ് പോട്ട് ഇത് മതിയോ മതി ഇത് എന്നതിനാ ടീച്ചറിന്. അമ്മ ഇതല്ല അമ്മ ഇഞ്ചി പൊടി തരാനാ പറഞ്ഞത്. എടാ ഇതെല്ലാം ഇഞ്ചി പൊടി, വേറെ ഇഞ്ചിക്ക് വടി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം അല്ല മറ്റേ പഠിക്കുന്ന ഒരു സാധനം എത്ര ദിവസം അതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എല്ലാവരും ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.